ഒരു മറി വേണോ 2 മറി വേണോ? മജിദേ അതിന്റെ ഒരു ഐറ്റം വെച്ച് ഒരെണ്ണത്തിലുള്ള ആയേ ഉള്ളൂ. 2 മറി. ഒന്ന് പോയി. ആരാ ഫോൺ അടിക്കണം? ഉന്നം തിരിച്ചു. എടാ നിസാർ എന്നെ വിളിക്കുന്നതാണ്. ലൗഡ് സ്പീക്കർ ഇട്ടോ. ഹലോ, എന്തൊക്കെയാണ് അബീബി? നല്ലടാ. എന്തേ തീരെ ഒഴിവിട്ടണ്ടടാ. എന്തിനാടാ? അത് ശരി. കായിക ലോകത്ത് ഒരാൾക്ക് പരിക്ക് പറ്റിയ കായിക പ്രേമി എന്നുള്ള പക്ഷെ പറ്റിയില്ല, കളിത്തിരക്കന്നെ. അതാ ഇന്നലെ കൂടി മജി പറഞ്ഞോളൂ എന്നെ കാണാത്തതിന്റെ ഒരു സങ്കടം. അല്ല എങ്ങനെയുണ്ട് ഇപ്പോ സാമുവിന്റെ അവസ്ഥ? അത് കുഴപ്പമൊന്നുമില്ലടാ, ഉഷാറായി വരുന്നുണ്ട്. ആ നോക്കിയാ പിന്നെ കളിക്കാരെ വേണമെങ്കിൽ പറഞ്ഞോണ്ടിട്ടാ. വേണ്ട വേണ്ടടാ, ഞങ്ങളുടെ ഉണ്ട് കളിക്കാരൊക്കെ ഞങ്ങളുടെ ഉണ്ട്. എന്നാ തിരക്കില്ല. ശരി. ആ വലൈക്കും സ്ലാം. ഓനിങ്ങനെ കണ്ണു വെച്ചിട്ടാണ് ചൂട് ഇങ്ങനെ കിടക്കണത്. ഓനൊരു കായിക പ്രേമം. Hello, manager. What's happening? Nothing. I sleep. Okay. You're welcome. ഇനിയിപ്പോൾ കുളിക്കണല്ലോ മാറ്റിയായിട്ട്. ഏയ് മജാക്ക എന്തേ? ഒന്നുമില്ല, കുടിയിൽ ഭയങ്കര ചൂട്, കിടക്കാൻ പറ്റണില്ല. എനിക്ക് ഉറക്കൊന്നുമില്ലേ? ഞങ്ങളിങ്ങനെ നാട്ടുകാർത്തനൊക്കെ പറഞ്ഞിരിക്കും. മജയൊക്കെ നടക്കുന്നു. പന്നി നീ കാലിന് ചവിട്ടിട്ടുമ്പോ ലെഗ് ഫൗൾ, ലെഗ് ബ്രോക്ക് ഗ്രൗണ്ടിത്തെ ഒരടവുകളെ പഠിപ്പിച്ചു. ഞാനും പഠിക്കട്ടെ. യു ടെൽ യുവർ തെറി. അവത്തറി ഓക്കെ. മുനിഫെറെ. മുനിഫറെ കേട്ടിട്ട് രസമുണ്ടല്ലേ? മുനിഫറെ ലാംഗ്വേജ് യോരുബ. ബൈ ലാഫി. ബിഗ് തെറി. ലെഫ്റ്റിനെ കുളിക്കാൻ പറ്റുമോ? കോൾ റെഫറി. Yeah, you can call referee. I can you also. No. നിങ്ങളൊക്കെ പറയാനുള്ള തെറി നമ്മളിൽ വേറെ ഉണ്ട് കയ്യിൽ അല്ലേ? Monifere. നീ No. മാനേജർ. ഐ മാനേജർ. മുനിഫറെ ഓപ്പോസിറ്റ്. You tell your country തെറി. No, from community side, you miss me pay. ഇതാക്കാം പൈസ നമുക്ക് അടുത്ത മാസം എടുക്കാം. എടോ അറിയാത്തോണ്ട് ചോദിക്കാം, എന്താ നിങ്ങളെ വിചാരം? എടോ ചങ്ങായിമാരെ, ഇത് കല്യാണത്തിന് പോവല്ല, പെണ്ണിനെ കാണാൻ പോവാ. നിങ്ങളെ ചായ നമ്മൾ മുടക്കൂല എന്നാ പോരെ. എന്റെ ചായ കൂടി അല്ല, എന്റെ ചോറ് കുറേ മുടക്കിയിട്ടുണ്ട്. അതറിയ ഒരു വണ്ടി കാണുമ്പോൾ വണ്ടി അങ്ങോട്ട് കയറിക്കോളൂ. പിന്നെ അന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കല്യാണം നടത്തി കൊടുക്കണ മാതിരി തന്നെ അത് മുടക്കാൻ എനിക്ക് നല്ലോണം അറിയാം. വെറുതെ എന്നെ ചടപ്പിക്കാറ്. അതുകൊണ്ട് കാക്കാന്റെ കുട്ടി ഒരു കാര്യം ചെയ്യും, ഒന്നും കൂടെ പുറത്ത് കയറണം. എൻ്റെ കല്യാണം കഴിയുന്നത് വരെ എൻ്റെ മുന്നിൽ ഞാൻ ഉണ്ടാവും. ഈ ബാക്ക് കയറിയാൽ മതി. നിങ്ങൾ എവിടെ വേണ്ടിയിരുന്നു? എൻ്റെ കല്യാണം നടന്നാൽ മതി. വണ്ടി കയറ്, വണ്ടി വിട്. എൻ്റെ ഉമ്മയോട് ഇതൊന്നും പറഞ്ഞില്ലേ? ഉമ്മ എന്താ വിളിച്ചോണ്ടിരിക്കണം? എടുക്കണ്ട വെറുതെ വിളിക്കണം. കറണ്ട് ബില്ല് അടക്കാൻ പറഞ്ഞില്ല, എടുക്കണ്ട വെറുതെ വിളിക്കാണ്. ഇജൻ അടിച്ചാളാ കറണ്ട് ബില്ല്. അല്ല, എൻ്റെ കല്യാണം നടത്തി തന്നത് ഞാനാണോ? അല്ല, എന്റെ കല്യാണം ഞാൻ തന്നെ കണ്ടുപിടിച്ച് നടത്തിയാണ്. ആവോ, സമാധാനായി. അടുക്കള മച്ചി ആളെ പിന്നെ അതൊക്കെ മതി. പോര് പോവാ. എനിക്ക് എന്നെ കാട്ടി വയസ്സോറാന്ന് പറയാം. ഒരവസരം പറ്റേ പെണ്ണ് കേൾക്കെ പറയണം. പറയാ മജി നടക്ക്. അതൊക്കെ വേണ്ടിയ കോലത്തിൽ ഞാൻ പറഞ്ഞോളാം. അത് നിങ്ങളെ പണിയല്ല, എൻ്റെ ഡ്യൂട്ടിയാ. നടക്കി. പിന്നെ എന്തൊക്കെ അതല്ല, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണല്ലോ ഇവന് 10ാം ക്ലാസ് പഠിക്കുന്നത്. അതിന് അല്ല ഒന്നുമില്ല, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് പോയതാ. എത്ര പെട്ടെന്ന് ആ സമയം പോകുന്നത്. ഇപ്പം പെണ്ണിട്ടാൽ മാത്രം ആയാലും ഇങ്ങനെ ഓർത്ത് പോയതാ ഞാൻ. സമയമാകുമ്പോൾ എല്ലാവരും കെട്ടണം. അതെ, ഇല്ലെങ്കിൽ ഞാൻ കെട്ടിക്കും. കുട്ടി ഏത് കോളേജിലാണ് പഠിക്കണത്? ഓൾ MESലാണ്, BSc സെക്കൻഡ് ഇയറാണ്. പണ്ടത്തെ പോലെ അല്ലല്ലോ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് പഠിക്കണം എന്ന് നിർബന്ധമാണ്. നമ്മളായിട്ട് എന്തിനാ തടസ്സം നിൽക്കണം? ഡിഗ്രി കഴിഞ്ഞിട്ട് ഹൈദരാബാദിലോ ഡൽഹിയിലൊക്കെ പോയി
PhD എടുക്കണമെന്നാണ് ഓളെ പൂതി. ഓളെ ചങ്ങാഴ്ചമാരൊക്കെ അവിടെയാണല്ലോ. ആ കാര്യത്തിൽ നിങ്ങൾ ബേജാറാണ്ട. കല്യാണം കഴിഞ്ഞാൽ അതൊക്കെ മജീദ് എടുത്തോളും. പിന്നെ ഹൈദരാബാദും ഡൽഹിയൊന്നും ഓനൊരു വിഷയമല്ല. ഓ ആഫ്രിക്കയിൽ നിന്ന് വരെ ആൾക്കാർ ഇറക്കണവനല്ലേ. മജീദിന് എന്താ പരിപാടി? ഇതെന്താണ് പാലും കുപ്പി ഉണ്ടോ? മാറ്റിപ്പിടിക്കും ഉമ്മാണോ? വേഗം കുടിച്ച് തീർക്കാൻ പറയണം. പെട്ടെന്ന് വരും, ഞങ്ങൾ രണ്ടാളുള്ളൂ. രണ്ടാളാ? ഞാൻ ഓനൊരു രോഗിയില്ല, ഞാൻ പകുതി അടിച്ചോളാം. പൊയ്ക്ക അവിടുന്ന് ഓന് മാത്രം കൊടുത്താൽ മതി. ഇജെൻ്റെ പോരെന്ന് കുടിച്ചാൽ കാണിച്ചു തരാണ്. പൊയ്ക്കാൻ മതിയാണ്. ഹായ്. അപ്പുറത്തുണ്ട് മാനേജർ സർപ്രൈസ്. സോറി ഹോസ്പിറ്റൽ. താങ്ക് യു മാനേജർ. വെൽക്കം. മജിയെ ചെങ്ങായി നല്ല അടിയാന്നോണ്ടല്ലോ. ആ പൊലിവ് വേണ്ട കൊടുക്ക. ആ പൊട്ടിക്കട്ടെ. സോറി എന്നാ പിന്നെ കൗ നടന്ന് നക്കി കുടിച്ചാടാ കൂതരെ. എന്താ ഇവിടെ? ഒന്നുമില്ല, സുഡുവിന്റെ ഒരു മരുന്ന് കുപ്പി ഇവിടെ മുട്ടിയതാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അത് സാരല്ല, ഞാൻ വേറെ ഒന്ന് വാങ്ങിക്കൊടുത്തോളാം. ഇജ്ജിങ്ങോട്ട് മാറിന്നേ, ഞാൻ തുടക്കാം. എന്താ ഇവിടെ? വാട്ടാപ്പൻ എന്താ സുഡു? വാട്ടാപ്പൻ ഒന്നുമില്ല മജിയെ, എല്ലാം എന്റെ തെറ്റാണ്. സുഡു, how is the dress? Good. Now, gentlemen. അപ്പോൾ അല്ലാത്തപ്പോൾ എന്നെ കാണാൻ രസമില്ല? യു മീൻ ഐ ആം ഓൺലി ഗുഡ് ദിസ് ഡ്രസ്, നോ മറ്റേ ഡ്രസ്? Both look good. ഒരു സെലക്ഷൻ ക്യാമ്പ് ഉണ്ട്, പറ്റിയ ആളെ കിട്ടി അപ്പം കൊണ്ടുവരണം. Selection camp for team, our team. നോ, ഫോർ മൈ ലൈഫ്, ഗേൾ സെലക്ഷൻ. You no girlfriend? ഗേൾ ഫ്രണ്ടാ? എനിക്കാ? അനക്കുണ്ടാ? യു ഹാവ് ഗേൾ ഫ്രണ്ട്? Yes, I have. But she leave me. Now look for one in Instagram. കൊതിപ്പിക്കലടാ, ഞമ്മക്കൊക്കെ ഒന്ന് വളഞ്ഞു കിട്ടണ തന്നെ വലിയ ഇടങ്ങരാൻ ചങ്ങായി. What? ഒന്നുമില്ല. ഐ എം ഗോയിങ്. ഓക്കെ? Okay. All the best. താങ്ക് യു. റൈട്ടോ? Manager, get beautiful girl. നല്ലൊരു കുട്ടിയായ മതിയേനു. പേര്? ഫാത്തിമ നസ്രിൻ. നിങ്ങളുടെ പേര്? മജീദ് റഹ്മാൻ. കുടിയിൽ ഉമ്മ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ചിലപ്പോൾ ജോലിക്കോ പഠിക്കാനോ ഇനി പോകണമെന്നും പറ്റുന്ന വരില്ല. അതൊക്കെ നെക്കും കൂടെ ഒക്കെ ആണെങ്കിൽ പറഞ്ഞാൽ പോരെ? ആ മതി, അതാണല്ലോ കറക്റ്റ്. ഏതൊരു പഠിച്ച്? പഠിത്തം കഴിഞ്ഞിട്ടില്ല. ഞാൻ +2 കഴിഞ്ഞപ്പോൾ നിർത്തി. വീട്ടിലെ ഒറ്റമോനാണേ. അതുകൊണ്ട് പഠിത്തം നിർത്തണോ? ഇല്ല, അതുകൊണ്ടല്ല, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം നിർത്തേണ്ടി വന്നതാ. നിങ്ങൾ +2 ജയിച്ചിട്ട് നിർത്തിയതാ? ജയിച്ചിട്ടല്ല, തോറ്റുകൊണ്ടാ നിർത്തിയത്. മജീദ് റഹ്മാൻ. മുഖം കാണാൻ തന്നെ ഒരു ഓമനത്താണല്ലോ. സോറി. Inhale, exhale. Inhale, exhale. See you tomorrow morning, 7 a.m. sharp. Okay? Thank you. Thank you. Pranamo. Pranamo. Ravi, कैसे हो? ठीक है गुरुजी. Hi, the Sakir. ഹായ്. എങ്ങനെയുണ്ട് പ്രോഗ്രസ്? നല്ല സുഖമുണ്ട് മാഷേ, മൊത്തത്തിൽ നല്ല ഉന്മേഷമുണ്ട്. ദേഷ്യം വരാറുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ദേഷ്യവും ടെൻഷനും ഇപ്പോഴും ഒരു കുറവില്ല. ദേഷ്യം വരുമ്പോൾ ദീർഘനിശ്വാസം വലിച്ചു വിടാറില്ലേ? നന്നായിട്ട്. 1 മുതൽ 10 വരെ മനസ്സിലെണ്ണുന്നില്ലേ? പുറത്തു കൊണ്ടാറുണ്ട്. ശരിക്കും സിറ്റുവേഷൻ ഭയങ്കര മോശമാണ് മാഷേ, ഭയങ്കര റോങ്ങാ. ഒരു സ്പെഷ്യൽ ടിപ്പ് തരട്ടെ? പറയും മാഷേ. ഔട്ട് ഓഫ് സിലബസ് ആണ്. ഓ, വല്ലാണ്ട് ദേഷ്യം വരുമ്പോൾ ഒരു പൊട്ടണ പ്ലേറ്റ് എടുത്ത് സേഫായ സ്ഥലം നോക്കി നിലത്തുടങ്ങിരിക്കുക. പ്രാന്താൻ തോന്നില്ലേ? അതാണ്, പക്ഷേ എഫക്റ്റീവാണ്. പ്രഷർ കുക്കറിൽ നിന്ന് വിസിൽ പോകുന്ന പോലെ ഉള്ളങ്ങോട്ട് ഫ്രീ ആവും. ആദ്യം കുറേ പ്ലേറ്റുകൾ ചിലവാകും, പിന്നെ കുറയും ദേഷ്യവും പ്ലേറ്റിൻ്റെ എണ്ണവും.
എന്നാലും ഇത് മക്കളുടെ സ്റ്റാഫിന്റെ മുന്നിൽ വെച്ചിട്ട് ആരും കാണാതെ മുറി കയറി ചെയ്താൽ മതിയെന്ന്. എന്നിട്ടൊരു ചൂലെടുത്ത് മുക്കിലും മൂലയിലും ഒക്കെ ചെതറിക്കിടക്കുന്ന കഷ്ടങ്ങള് പതുക്കെ അങ്ങ് പറക്കെടുക്കുക. അപ്പ കാണിക്കുന്ന ക്ഷമയുണ്ടല്ലോ, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇതൊക്കെ സയന്റിഫിക് ആണ് മാഷെ? സയന്റിഫിക് ആണ്, ശരിക്കും സയന്റിഫിക് ആണ്. ഡെലിബറേറ്റഡ് പ്രഷർ റിലീസിങ് ടെക്നിക് എന്ന് പറയും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറഞ്ഞാൽ മതി. ചന്ദ്രേട്ടൻ്റെ ഓണൊക്കെ വർക്ക് ചെയ്യും, അതടിച്ചോ വേണമെങ്കിൽ വെറുതെ വളക്ക്. സുലു, ഇതെന്താണ് ബോർഡ് ആദ്യമായിട്ടാണ് കണ്ടത്? ശുഭദിനം ചന്ദ്രേട്ട. ഹാവ് എ വണ്ടർഫുൾ ഡേ. ഫുൾ ചാർജാണ് ചന്ദ്രേട്ട. ഓ വാ. Good morning, ka. ഗുഡ് മോർണിംഗ്. Assalamu alaikum, boss. വലൈക്കും സ്ലാം. Good morning, ka. അത്ര മോർണിംഗ് Ka, പഴയൊരു ബില്ലുണ്ട്. പുതിയതൊന്നും കയ്യില്ലാത്തവരാണ് പഴയ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. പഴയ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കില്ല ടിറ്റോ. തരാനുള്ള കാശും പഴയതായോ? പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇപ്പൊ ഇറക്കിയ കാശ് പറ. ലിവ് ഇൻ ദ പ്രസന്റ് മാൻ. കളിക്കലിക്ക, കമ്പനി നല്ല പ്രശ്നമുണ്ട്. നാട്ടിൽ നിന്നാണെങ്കിൽ വീട്ടുകാർ അതിനേക്കാളും വലിയ പ്രശ്നം. എല്ലാത്തിനും ഒറ്റ സൊല്യൂഷൻ, യോഗ. ഇതെന്തിനത്? ശ്വാസകോശം സ്പോഞ്ച് പോലെ അവതരിക്കാൻ ഓക്സിജൻ നന്നായിട്ട് വലിച്ചു കയറ്റിക്കോ. ഇക്ക, ഇപ്പൊ ഇത്തിരി ഓക്സിജൻ എനിക്ക് തന്നില്ലെങ്കിൽ കമ്പനിക്കാർ എൻ്റെ ഓക്സിജൻ കട്ട് ചെയ്യും. തരാട് ചക്കരെ. ഇപ്പൊ ഇത് പിടി. എന്തിനാ എന്നെ പറ്റിച്ചോളാ. ചന്ദ്രേട്ടാ, ഒന്ന് കൗണ്ടറിലിരിക്കോ. There is one offer, madam. Buy 3 take 1 free. Oh, I see. Yes. And we have free home delivery. Any single item we will give you. Oh, Okay. Assalamu alaikum. വലൈക്കും സലാം. തിന്നുമ്പോ ഒരു കിലോട്ട് തിന്നോ, ഞാൻ ശമ്പളത്തിന് പിടിച്ചോളാം. സത്താറേ, ഇതിന്ന് ഒരു 4-5 എടുത്ത് വണ്ടി വെച്ചോ. ശരി. പൊട്ടാതെ നോക്കണേ. ആ ഇലക്ട്രീഷ്യനെ വിളിക്കുക ചന്ദ്രേട്ടാ, ഷോർട്ട് സർക്യൂട്ട് हो. मैं करूँगा बॉस. तुमको मालूम? जरूर, मैं कराची से इलेक्ट्रिशियन कोर्स किया ना. अरे वाह. അതെ, കറാച്ചിയിലെ ഇലക്ട്രീഷ്യൻ കോഴ്സാണ് കേട്ടോ. അവൻ ചെയ്യട്ടെ ചന്ദ്രേട്ടാ. ഓ ഉത്സാഹമുള്ളവർ നമ്മൾ പ്രോത്സാഹിപ്പിക്കണ്ടേ? ഓ വേണം. എന്നാ ജൽദി കരോ ഹബീബ്. मैं सीढ़ी लेकर आएगा. പണി അറിയാവുന്നവരൊക്കെ ഇവിടെ. या अल्लाह. बिस्मिल्लाह. പോകാം. ഇവിടെയൊക്കെ വച്ചിട്ട് നല്ല മോൾ. बिजली गया है क्या? കടിക്കുന്ന എന്തിനാ? രാജു, ആ പ്ലഗ് പോയിന്റുകളും വയറും എല്ലാം ഫ്യൂസും ചെക്ക് ചെയ്തോളൂട്ടാ. ആ DB-ലേക്കുള്ള വയർ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ. ഒരു മിനിറ്റ്. കിളിക്കല്ലേ? കൂളായില്ലേ? കൂളായി ജോസേട്ടാ. വാ. എന്തേ? ഒരു കാര്യം പറയട്ടെ, ഒക്കെ ഒരു നിമിത്തമാണ് ജോസേട്ടാ. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ജോസേന്റെ കട തൊട്ടടുത്ത് ഉണ്ടാവാന്ന് പറയുന്നതും കാശൊന്നും കിട്ടണമെന്ന് അറിഞ്ഞിട്ടും ജോസനെ എന്നെ സഹായിക്കാന്ന് പറയുന്നതൊക്കെ അല്ലേ? ഞാനിന്ന് രാവിലെ കടയിലേക്ക് വരുമ്പോഴേ ബൈബിൾ ഒന്ന് വെറുതെ മറിച്ചു നോക്കി. നന്നായി. വെറുതെ സാത്താന്റെ ചതിയിൽ പെടാതെ സൂക്ഷിപ്പിൻ, അതായിരുന്നു ആ വാക്യം. അതാ 2 പേജ് മറിച്ചിട്ടുണ്ടെങ്കിൽ അയൽക്കാരൻ സ്നേഹിക്കാനും പറയണല്ലേ? ജോസന്റെ നല്ല അയൽക്കാരൻ ഞാനല്ലേ? ഞാൻ എവിടെ പോകണല്ലോ ജോസേട്ടാ, ഞാൻ ഇവിടെ തന്നെ ഇല്ലേ? കാണാം ജോസേട്ടാ. ശരി. മോർണിംഗ്. അത്ര നല്ല ഗുഡ് മോർണിംഗ് അല്ല. ഈ നക്ഷത്രമല്ലേ കണി കണ്ടത്? ഇതിന് ഞാൻ ഒന്ന് കൊല്ലും. ഓ,
അതാ പാവം സുലേഖയുടെ പൂച്ചല്ലേ? ആരാ പാവം? അവളോ ഈ പൂച്ചേ? രണ്ടുപേരും. മക്കളിട്ടാ? ഇല്ല. മോളെ എനിക്ക് ഈ ഹെഡ്സെറ്റ് ഗുഡ് മോർണിംഗ്. ആ ദോഷണോ? പിന്നെ ഇന്നോളെ കഴിക്ക്. ഇന്നലെ രാത്രി നീ കക്കാൻ പോയാ? ഇപ്പഴാണ് ഹോംവർക്ക് ചെയ്യണ? തിന്നി. എവിടെ രാജകുമാരി? എവിടെ? കൊള്ളാം, നന്നായിട്ടുണ്ട്. പോര്. ദോഷം. ഒന്നും മറക്കണ്ട കേട്ടോ. ഓ ഉമ്മച്ചി എടുക്ക്. മുടി കോൾ എടുക്കാൻ കേട്ടോ. ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് ഗുഡ് മോർണിംഗ്. എന്തായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചേ? ദോശ. അവിടെ എന്നും ദോശയാണോ ഉണ്ടായി തരുന്നേ? അസീമേ, നീ ഇന്ന് പല്ല് തേച്ചിനാ? ഉമ്മച്ചാണ് സത്യം പല്ല് തേച്ചിന്. ഇന്നലെ. അല്ല റൂബ, നിന്റെ അടുത്ത് എത്ര തവണ ഞാൻ പറഞ്ഞതാ സ്കൂളിൽ പോകുമ്പോ കണ്ണ് എഴുതരുതെന്ന്? അത് പോയി മാച്ചാളി. എന്റെ ഫ്രണ്ട്സ് ഒക്കെ കണ്ണെഴുതുന്നുണ്ട് ഉമ്മച്ചി. ആ ഫ്രണ്ട്സ് എഴുതട്ടെ, നീ വേണ്ട. ആ നീ എന്റെ മേക്കപ്പ് സെറ്റ് എടുത്തു അല്ലേ? നീ സ്കൂളിൽ എന്തിനാ പോന്നേ? ബ്യൂട്ടി കോൺടെസ്റ്റിനോ അതോ പഠിക്കാനോ? അത് ഉമ്മച്ചി ഞാൻ ആ മോറ് പോയി കഴുകിയേ ചെല്. I said go wash your face. ഉമ്മച്ചി ഒന്നിനും സമ്മതിക്കൂല. കിട്ടിയല്ലോ. നിങ്ങളുടെ വാപ്പയില്ലേ, നിങ്ങളടുത്ത് ഒന്നും പറയാത്തതാ പ്രശ്നം. എവിടെയാള്? ഉമ്മച്ചി വീട് എങ്ങനെയാ നോക്കിയതെന്ന് ഇപ്പം മനസ്സിലായി കാണും നിങ്ങളുടെ തന്തപ്പടിക്ക്. കണ്ണുണ്ട് അല്ലാണ്ട് അങ്ങനെ നോക്കാൻ. ഹലോ, എങ്ങോട്ടാ പ്ലേറ്റുമായിട്ട്? അറിയൂല. അല്ല രസകര, നീ പ്ലേറ്റുമായിട്ട് എങ്ങോട്ട് പോണു? അയ്യോ, എന്താ ശബ്ദം? ഉമ്മച്ചിന്റെ പൂച്ചാണോ തോന്നുന്നേ? പൂച്ചയാണോ? ആ പൂച്ചക്ക് ഫുഡ് കൊടുക്കാൻ മറക്കരുതേ. ആ ശരി ശരി. സ്കൂളിൽ പോകാൻ ലേറ്റ് ആയി. വെക്കട്ടെ ഉമ്മച്ചി? ആ ശരി, വൈകുന്നേരം സംസാരിക്കാം. അപ്പോ ആ ടാറ്റ. ടാറ്റ. അയ്യോ എന്താ? അയ്യോ പ്ലേറ്റ് ഒട്ടിച്ച്. സുഖമല്ലേ ചന്ദ്രേട്ടാ? പിന്നെ എനിക്ക് നല്ല സുഖം. ഇത് വെച്ചിട്ടാ നിങ്ങക്ക് സുഖമല്ലേ? എന്തൊരാശ്വാസം. ഇത്ത മേക്കപ്പ് ഇല്ലാത്തപ്പളാ എന്നെ കാണാൻ ഭംഗി. അതാ ഞാൻ പറഞ്ഞ അഫ്ഗാനിന്റെ പെറ്റ് ഷോപ്പ്. ഈ ആക്കിക്കട വല്ല സിറ്റിയിൽ വിട്ടുവിടായിരുന്നു. ഈ ഒഴിഞ്ഞ സ്ഥലത്ത് എന്ത് കച്ചവടം കിട്ടാനാ? ബൈ വാപ്പച്ചി. ടാറ്റാ. ഹാവു, ഒരു ദിവസത്തെ പകുതി ലോഡ് അങ്ങോട്ട് ഇറക്കി കിട്ടി. ഇത് നിങ്ങളായിട്ടുണ്ടാക്കിയ ലോഡല്ലേ? എന്താ പറഞ്ഞ? ഇതാണ് കുഴപ്പം. നിങ്ങളുടെ ഈ ഒടുക്കത്തെ ദേഷ്യം കാരണമാണ് ആ പെൺകുട്ടി ഇട്ടിട്ട് പോയത്. ഞാൻ ഒരു ചവിട്ടോണ്ടിട്ടുണ്ടെങ്കിലേ നിങ്ങൾ ആലുവ മനപ്പുറത്ത് പോയി കിടക്കും. ചിരിക്കണോ? അതെന്തായാലും നന്നായി. എനിക്ക് അങ്ങോട്ടുള്ള വണ്ടിക്കൂലി ലാഭിക്കാമല്ലോ. ഞാൻ അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ പോയി ഭാര്യനെ മക്കളെയൊക്കെ കണ്ടിട്ട് അടുത്ത ഫ്ലൈറ്റിന് തന്നെ തിരിച്ചു പോരും.
أسفين مدام. لا أنا غلطان. مرة ثانية ما في سوي. والله. والله. إذا أنت ما تعرف شيء في السوبر ماركت دور لك شغل ثاني. What happened, madam? I order vanilla ice cream. You send me chocolate ice cream. I order tea. You give me coffee. يا حمار أنا ما ولد عندك صغير عشان تلعب معي. أنا راح أشتكي عليك البلدية عشان يسكروا لك المحل. Sorry, madam. Our mistake. I sending you everything you ordered. Sorry, madam. മാസലാം. മാഫി. ഏതാ റമ്മിയുടെ അൻമൻസിൽ സാധനം കൊണ്ട് കൊടുത്തത്? ഓർഡർ എടുത്ത ഓനാ പച്ച പക്ഷെ കൊണ്ടുകൊടുത്ത ഞാനാ. ഫോൺ എടുത്തവൻ കൊടുത്ത നീ ഇപ്പൊ കിട്ടിയെനിക്കല്ലേ? മര്യാദക്ക് അവർ സാധനം കറക്റ്റ് ആയിട്ട് കൊടുത്തോ. അവർക്ക് പൈസ ഒന്നും മേടിക്കണ്ട. കേട്ടില്ലേ? മനസ്സിലായാ? അത് നിങ്ങൾ രണ്ടുപേരും ശമ്പളത്തിന് കട്ട്, സാലറി കട്ട്. മനസ്സിലായാ? समझ गया सब. समझ गया. وين درايفر؟ حطه في السيارة أبوي. ഓ ഡ്രൈവർ അല്ലേ? ഞാൻ തന്നെ വെക്കണോ അല്ലേ? അല്ല തള്ള ഫാസ്റ്റ് ആൻഡ് ഫ്യൂസ് ആണല്ലോ. അതെ, ഈ സാമ്പാറിലിടുന്ന കായം പൊടി ഉണ്ടായിടെ? അയ്യോ കായുമില്ല, സോറി. സാമ്പാർ പൊടി ഉണ്ട്, അതാകുമ്പോൾ സെപ്പറേറ്റ് കേൾക്കണ്ടല്ലോ കായം. അത് നിങ്ങളാണോ തീരുമാനിക്കുക? അല്ല അത്യാവശ്യം വേണ്ട ഒരു സാധനം ഈ കടയിലില്ല. പപ്പായ, പേരക്ക, ഞാളിപ്പൂവമ്പഴം. എന്തിന്? വാഴപ്പിണ്ടി പോലും ഈടെ ഇല്ലാന്ന്. പിണ്ടിയാ? ഇതൊന്നും ഇല്ലാത്ത കടക്കാരനെ ആര് കല്യാണം കഴിക്കും? മേഡത്തിന് മനസ്സിലായില്ല. ആരാ? എവിടുന്നാ? ആലുവ അനസ് മുസ്ലിയാർ ഇങ്ങടെ ആരാ? എന്റെ ഉസ്താദാണ്. ആ ഉസ്താദ് എന്റെ വാപ്പയുടെ ഫ്രണ്ടാ. ആ മൂപ്പര് കൊണ്ടുവന്ന പ്രൊപ്പോസലാ ഇങ്ങട്. ഒരേല് പെണ്ണ് കാണാൻ വരുമ്പം നിങ്ങളെല്ലാരും ഭയങ്കര ഡീസന്റ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങ് നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കാന്ന് കരുതി. എന്നിട്ട് മനസ്സിലാക്കിയോ? അതവിടെ നിക്കട്ടെ. നിങ്ങൾ തന്നെയാണോ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ മഹാഭാഗ്യവാന്ന് ഞാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ നിങ്ങളടുത്ത്. എന്നിട്ട് മതിയല്ലോ പ്രൊസീഡ് ചെയ്യാൻ. എന്തൊക്കെയാണോ മാഡത്തിന്റെ കണ്ടീഷൻസ്? ഞാനിപ്പോ ഡിഗ്രി ഫൈനൽ ഇയർ ആണേ. ഇനിയിപ്പോ അഥവാ നമ്മുടെ നിക്കാഹ് കഴിഞ്ഞാൽ തന്നെ പഠിത്തം കഴിഞ്ഞതുവരെ മേത് തൊട്ടുള്ള കളിയൊന്നും ഞാൻ സമ്മതിക്കൂല. പിന്നെ പഠിത്തം കഴിഞ്ഞാൽ ജോലിക്ക് പോകാൻ സമ്മതിക്കണം. വേറെന്തെങ്കിലും? കച്ചവടക്കാരെ എനിക്ക് പൊതുവേ ഇഷ്ടല്ല. ഈ രാത്രി കടയൊക്കെ പൂട്ടി പാതിരാത്രിക്ക് വീട്ടിൽ കയറി വരുന്ന ബിസി ബിസിനസ്മാനെ എനിക്ക് ശരിയാവുകയേ ഇല്ല. 7 മണിക്ക് മുമ്പ് വീട്ടിലെത്തണം, എക്സസൈസ് ചെയ്യണം, കുളിയൊക്കെ കഴിഞ്ഞ് വൃത്തിയായി എന്നെ കാറിൽ കറങ്ങാൻ കൊണ്ടുപോകണം. പിന്നെ വീക്ക്ലി വൺസ് ഫുഡ് കഴിക്കാൻ എന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോകണം. പിന്നെ ഇടയ്ക്കൊക്കെ ഒരു സിനിമ കാണിക്കാൻ കൊണ്ടുപോകണം. തീർന്നോ? ആദ്യത്തെ 3 കൊല്ലം ഇല്ലേ, നമുക്ക് കുട്ടികളും വേണ്ട. അത് നമുക്ക് പൊളിക്കാനുള്ളതാ. അതിന്റെ എത്രമാണെങ്കിലും ആയിക്കോട്ടെ. വെൽ പ്ലാൻഡ് ആണല്ലോ. അപ്പൊ രാജകുമാരി കാര്യം ചെയ്യണം. ഏതെങ്കിലും മണഗുണാഞ്ച രാജകുമാരൻ വന്ന് അമ്പും വില്ലും കളിച്ച് സ്വയം ചെയ്ത് കെട്ടിക്കൊണ്ടുപോയിക്കോട്ടെ. എന്നെ അതിന് കിട്ടൂല. ദസ്തക്കിന് മോൾക്ക് അറിയില്ല മോളെ കേട്ടാ. ഹലോ, വിളിച്ചോ? ദസ്തഗീറിനെ നല്ലോണം അറിയാം. എങ്ങനെ? ഐ ലവ് സ്പിരിച്വാലിറ്റി എന്ന് എഴുതിയ ഒരു ടീഷർട്ടിൽ നിങ്ങളുടെ കയ്യില് ഇപ്പൊ ഈ മുസ്ലിയാർ വേഷം കെട്ടി നിക്കണ നിങ്ങള് കള്ളു കുടിച്ച് കാർ ഓടിച്ച് ആക്സിഡന്റ് ആയി മരിക്കാൻ കിടന്ന കാര്യം എനിക്കറിയാം. അതറിഞ്ഞപ്പോ നിശ്ചയിച്ചു വെച്ച കല്യാണം മുടങ്ങിപ്പോയ കാര്യവും എനിക്കറിയാം. ഇനിയിപ്പോ വലിയ വീട്ടിലെ പെൺകുട്ടികളൊന്നും ആരും കെട്ടിച്ചേരാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ കൂലങ്കശമായിട്ട് ഒന്ന് ആലോചിക്ക്. അതുവരെ നിങ്ങളുടെ കാര്യം ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റ് ഇടാം. അപ്പൊ മോനെ ദസ്തഗീറേ, മാസലാമ. വാപ്പച്ചി വന്നു. അയ്യോ വാപ്പച്ചി. Reaction of metals with the salt of other metals. വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ പഠിത്തോ നമ്മളെടുത്തേ
ചെറുപ്പത്തിൽ ഇതുവല്ലം പറഞ്ഞു ഞാൻ. of other metal is displacement reaction. The law of conservation of mass states. Metal A plus salt of metal B gives metal A വാപ്പിച്ച് plus വിശ്വസിച്ചിട്ടാ. salt of metal. നിർത്തണ്ട, നടക്കട്ടെ, ആക്ടിങ് നടക്കട്ടെ. അങ്ങനെങ്കിലും തലയിൽ കയറുന്നുണ്ടല്ലോ. Shoo. കിട്ടിയല്ലേ? എന്തേ കൊതി വരുന്നുണ്ടോ? We are not feeling hungry. നിനക്ക് വിശക്കുള്ളതോ നിനക്ക് ആർക്കും വിശക്കുള്ളതോ? We all don't feel hungry. വേണ്ട, വിശക്കല്ലേ, കഴിക്കണ്ട. ചന്ദ്രേട്ട ഇവരെ കഞ്ഞെടുത്ത് ഫ്രിഡ്ജ് വെച്ചേക്ക്. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഈ കഞ്ഞേനെ കൊടുത്താൽ മതി. ഒരു നേരം പട്ടിണി ഇടുന്നല്ലേ, മരിച്ചൊന്നും പോലാരും. എന്നിട്ട് പോ ചെല്ല്. അപ്പോ നാളെ രാവിലെ ദോശ വേണ്ടേ? വേണ്ട, കഞ്ഞേനെ കൊടുത്താൽ മതി. കഞ്ഞേനെ കുടിച്ചാൽ രാവിലെ ദോശയും കൂടെ എല്ലാം ഉണ്ടാവും. ഞങ്ങളിത് കഴിച്ചോളാം. ഒരു തുള്ളി പോലും ബാക്കി വെക്കാൻ പാടില്ല. വി ഡോണ്ട് ഫീൽ ഹംഗ്രി. വിശപ്പിന്റെ വില അറിയാൻ പാലത്തിന്റെ അഹങ്കാരമാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, തിന്ന പ്ലേറ്റ് ഇല്ലേ, തിന്ന പ്ലേറ്റ് നിങ്ങൾ എന്നെ കഴുകി വെച്ചോളണം. ചന്ദ്രേട്ടനെ നിങ്ങളുടെ ജോലിക്കാരനല്ല, വളർന്ന് പോത്തിനെ പോലെ എല്ലാം അങ്ങനെ കൊണ്ടാണ് ജയിപ്പിക്കണ. നേരം വൈകിയതുകൊണ്ടല്ലേ മക്കളെ. നാളെ ചന്ദ്രേട്ടൻ മക്കൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി തരാം. ഇപ്പൊ ചന്ദ്രേട്ടൻ ഇഷ്ടമുള്ളല്ലേ? അതേ, ഒരു മെയ്ഡനെ നോക്കേണ്ടി വരും. കുട്ടികൾ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ചന്ദ്രേട്ടനോ? ഒത്തു കിട്ടാത്തണ്ടല്ലോ ചന്ദ്രേട്ട. Through definition, a single phase consists of a pure substance or a homogeneous mixture. A heterogeneous mixture is definition. A single phase consists of a composition of. Of a pure substance or a homogeneous mixture. Diana, eat, my darling. Eat, sweetheart. Diana. Diana, come on, eat. Come on. How do you know her name, Diana? How do you know? I know. Hey, what is that? Hey, What? don't hurt her. Out of Back of the building like the ഇടിച്ചതല്ല, ഉപ്പിടല്ലേ മര്യാദ. എവിടെ ഓടണേ? Yeah, I know. I saw your message. Yeah, me too. Yeah. അവിടെ വെച്ചേക്ക്. നീ ഇരിക്കി. ആ പയ്യൻ നിന്റെ ആരാ? He is my friend, Vapachi. ജസ്റ്റ് ഫ്രണ്ട് ഓർ ബോയ് ഫ്രണ്ട്? അവൻ എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. ആ അതുകൊള്ളല്ല. എപ്പോഴാ കല്യാണം? വാപ്പച്ചിനെ വിളിക്കൂലേ? ഇപ്പോഴല്ല വാപ്പച്ചി, 2-3 കൊല്ലം കഴിഞ്ഞ്. When we become matured. അത് നന്നായി. ദാറ്റ്സ് എ ഗുഡ് ഡിസിഷൻ. ആക്ച്വലി എനിക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ബിസിനസ്സിലാണ് ഇൻട്രസ്റ്റ്. ദുബായിലൊരു ഫ്ലാറ്റ് വാങ്ങും, അതെനിക്ക് മെഹറായി തരും. അറബികൾക്ക് സ്ത്രീധനമില്ല എത്ര? യുനോ, അവർ നമുക്ക് ഇങ്ങോട്ട് പൈസ തരും. മെഹർ. സോ ഓൾ പ്ലാൻഡ്. വാപ്പച്ചിക്ക് എളുപ്പമായി. How old are you? 15 and he's now 18. 2-3 കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ മാരേജിന് ലീഗലി എലിജിബിൾ ആവും. Is it? യെസ് വാപ്പച്ചി. ഞാൻ വാപ്പച്ചിനെ ഹെൽപ്പ് ചെയ്യല്ലേ. എനിക്കറിയില്ലേ വാപ്പച്ചിയുടെ ഫിനാൻഷ്യൽ ടെൻഷൻസ് ഒക്കെ. നാട്ടിലെ പയ്യനെ കൊണ്ട് കെട്ടിക്കുകയാണെങ്കിൽ വാപ്പച്ചി കുറെ പൈസ ഉണ്ടാക്കേണ്ടി വരും. സോ വെൻ ഹി പ്രപ്പോസ്ഡ് ഐ തോട്ട് ഇറ്റ്സ് എ ബെറ്റർ ഐഡിയ. അതുകൊണ്ടാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്തത്. So you accepted? നീ ഇപ്പം 10th പഠിക്കണ?
കുറേ പഠിക്കാനല്ലേ, ആ ഒരു ഡിഗ്രിയെങ്കിലും എടുക്കണ്ടേ. സോ ഇറ്റ് വിൽ ടേക്ക് അനദർ 5-6 years. സോ യു വാണ്ട് മീ ടു വെയിറ്റ് ടിൽ ദെൻ? അതെ, അതുകൊണ്ട് മോൾ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കണ്ട. സോ ആ പയ്യനാട്ടിൻ്റെ ഒരു കോണ്ടാക്റ്റും വേണ്ട. യു ഗോട്ട് ഇറ്റ്. നിന്റെ ഉമ്മ മാത്രം ഇട്ടിട്ട് പോയിട്ടുള്ളൂ. നിന്റെ വാപ്പിപ്പോഴും ചെയ്തിട്ടുണ്ട്. അവൾ കിടക്കൽ മുള്ളൽ മാറിട്ടില്ല അവിടെ. അവളുടെ ഒരു പ്രപ്പോസൽ ഒരാൾ തന്നാണ്ടല്ലോ. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. പ്ലേറ്റ് ഇങ്ങോട്ട് വന്നേ ഒരു കാര്യം പറയാം. പ്ലേറ്റ് എടുക്കണ്ട ചന്ദ്രേട്ടാ. പിന്നെ പൊട്ടിക്കാം. തൊരട്ടോ. പച്ച കറാച്ചിന്ന് കോളും കൊണ്ടാണല്ലോ. ആ അവിടെ നിന്ന് പെട്ടെന്ന് ഓടിച്ചു വിട്ടാ. പിന്നെ ആ ആയിയെ ഹബീബ് ഭായ്, ക്യാ ഹാലേ മുല്ലോക് മേൽ. अच्छा है चंद्रम भाई। പാത്രത്തിൽ क्या है? असल मटन अलीसा कराची से। हार्मोन वाला बकरी नहीं है, ऑर्गेनिक है। ऑर्गेनिक मटन अलीसा कराची से घर में बनाया। आइए आइए सब खाइए। എന്താ അവിടെ? अस्सलाम वालेकुम बॉस। വലൈക്കും സ്ലാം. എന്താ മട്ടർ അലീസയാ. പ്ലേറ്റ് എടുക്ക്. ഇവന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം ഇതാണ്. ഇത് കഴിച്ചിട്ട് വേണം ഒന്ന് ഫ്രിഡ്ജ് പൊക്കി നോക്കാൻ. ഓക്കെ, ശുക്രൻ. തിരക്കാണ് ഇവിടെ. അവൻ ശത്രു രാജ്യക്കാരനാണെന്ന് തെളിയിച്ചു. क्या हुआ? ക്യാ ഹുവാ? ഇതിനേക്കാൾ നല്ല വല്ല ബോംബോ മിസൈലോ കൊണ്ടുവരലായിരുന്നടാ. അവിടെങ്കിൽ വല്ല വയറ് പൊട്ടി വലിച്ചായിരുന്നു. അയ്യോ साहब किधर गया? ഇതറകയ നിന്റെ ഒന്ന് തുറക്കടാ. നിർത്താൻ പറ്റില്ല ചന്ദ്രേട്ടാ. എത്തിക്കണേ വീട്. ഇത്ര ദൂരം ഉണ്ടാകുന്ന ഉടമ്പലെത്തിയ സ്ഥിതിക്ക് ഉടമ്പലെത്തിക്കണേ. എന്തൊരാശ്വാസം. ഹലോ, ആരാണ്? ഹു ആർ യു? I'm Jamila, sir. ജമീല. ശരിക്കും? Sorry, sir. I thought I was alone at home. That's why I wasn't wearing my niqab. കുഴപ്പമില്ല, രസമുണ്ട്.